ഞാൻ ഈ വർഷം ഏറ്റവും കൂടുതലും ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു ആനിമെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് സീരീസ് ആയിരുന്നു ലോർഡ് ഓഫ് ദ മിസ്റ്ററീസ് എന്ന് പറയുന്നത്. ആക്ച്വലി ആനിമെ അല്ല, ഡോങ്ഹുയാണ്, ചൈനീസ് ആനിമേറ്റഡ് സീരീസ് ആണ്. അപ്പം ഭയങ്കരധികം പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. കാരണം ഇതിന്റെ ട്രെയിലർ ഒക്കെ കണ്ട സമയത്ത് ഇതിന്റെ ആനിമേഷൻ ക്വാളിറ്റി എന്നെ ഭയങ്കരധികം ഇംപ്രസ് ചെയ്യിപ്പിച്ചു. നമ്മൾ വലിയ ഗ്രാൻഡ് ആനിമേറ്റഡ് മൂവീസിനകത്ത് തിയേറ്ററിലൊക്കെ പോയി കാണുന്ന ഗ്രാൻഡ് ആനിമേറ്റഡ് മൂവീസിന്റെ ഒരു ആനിമേഷൻ സ്റ്റൈലാണ് ഈ ഒരു സീരീസ് ആയിട്ട് വരുന്ന സാധനത്തിനകത്തുള്ളത്. അപ്പം ഭയങ്കര പ്രതീക്ഷയുണ്ട്. നമ്മൾ അങ്ങ് ജാപ്പനീസ് ആനിമയ്ക്കകത്ത് പോലും കാണാത്ത തരത്തിലുള്ള മാരക വിഷ്വൽസ് ആണ് ഉള്ളത്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു, വിഷ്വലി സ്റ്റണ്ടായിരുന്നു പോയി. കാരണം അമ്മാതിരി ലെവലിലാണ് സംഭവം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഒന്നും മനസ്സിലായില്ല. ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഒരു ഉണ്ടേയും മനസ്സിലായില്ല. ഏതോ ഒരു മിഡ് വേ പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന പോലത്തെ ഒരു ഫീലിംഗ് എങ്കിലും കണ്ടിരുന്നു. രണ്ടാമത്തെ എപ്പിസോഡ് കണ്ട്, മൂന്നാമത്തെ എപ്പിസോഡ് കണ്ട്, ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. കാരണം സ്റ്റോറി എവിടെ അങ്ങോട്ട് കത്തുന്നില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒട്ടും മനസ്സിലാവാത്ത ഒരുപാട് ടേംസ് വരുന്നു, ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നു, ഒന്നും അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ എനിക്ക് പറ്റുന്ന സാധനമല്ല, എൻ്റെ ഒരു ഐറ്റം അല്ല, നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന ഐറ്റം അല്ല എന്ന് ഓർത്തിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തു. ഞാൻ പിന്നെ കാണാൻ നിന്നില്ല. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ മാത്രം എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട്, എൻ്റെ യൂട്യൂബ് വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ വന്ന്, എല്ലാ വീഡിയോസിനും ഞാൻ റിവ്യൂ ഇടുന്നതിൻ്റെയൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് ലോർഡ് ഓഫ് ദ മിസ്റ്ററീസിന്റെ റിവ്യൂ ഇടുവോ, ലോർഡ് ഓഫ് ദ മിസ്റ്ററീസിന്റെ റിവ്യൂ ഇടുമെന്നും പറഞ്ഞ് ഈ കഴിഞ്ഞിട്ട വീഡിയോന്റെ അണ്ടറിൽ വരെ ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോൾ എന്തായിരുന്നു, പിന്നെ ഒരാൾ ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ വീണ്ടും സംഭവം റീസ്റ്റാർട്ട് ചെയ്തത്. നാലാമത്തെ എപ്പിസോഡ് കണ്ടു. അപ്പോഴും വലിയ കാര്യമായിട്ടൊന്നും കത്തുന്നില്ല, അവിടെ നിന്നൊക്കെ ചെറുതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഞാൻ ഓരോ എപ്പിസോഡും കണ്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാര്യങ്ങൾ ഏകദേശം കണക്ട് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ 8ാമത്തെ എപ്പിസോഡ് 9ാമത്തെ എപ്പിസോഡൊക്കെ കണ്ടപ്പോഴത്തേനാണ് സംഭവം ഏറെക്കുറെ കലങ്ങിയത്. ആൻഡ് ഒരു ലാസ്റ്റ് 5 എപ്പിസോഡ്സ്, ഇതിന്റെ ഫൈനൽ 5 എപ്പിസോഡ്സ് എന്ന് പറയുന്നത് നല്ല ഗംഭീര എക്സ്പീരിയൻസ് ആണ്. അതായത് ആ ഒരു ആനിമേറ്റഡ് സീരീസിന് എനിക്ക് അതിന്റെ മൊത്തത്തിലുള്ള പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ്, എന്റെ ആ ഒരു മനസ്സിലാക്കലിന് ശേഷം എനിക്ക് മൊത്തത്തിൽ നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ആ ഒരു ലാസ്റ്റ് 5 എപ്പിസോഡ്സിലൂടെയാണ്. ഒരു രക്ഷയില്ലായിരുന്നു. അതായത് ഇതിന്റെ ആനിമേഷൻ ക്വാളിറ്റി, ഫൈറ്റ് സീക്വൻസസിനിടയിൽ വരുന്ന ആനിമേഷൻ സംഭവങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഗ്രാൻഡർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിന്റെ സ്റ്റോറി ലൈനും കൂടെ നമുക്ക് കത്തി കഴിയുമ്പോഴത്തേനും വല്ലാത്ത ജാതി എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഒരു രക്ഷയില്ല. എസ്പെഷ്യലി ഇതിന്റെ ഫിനാലെ എന്ന് പറയുന്നത് അന്യായ ലെവലാണ്. അന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ ലെവലിലാണ് ഇമാര് ഫിനാലെ എടുത്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സീസൺ കാണാനുള്ള ഒരു ത്വരയൊക്കെ വന്നു. പക്ഷെ അപ്പോഴത്തേനും നമുക്ക് ആദ്യം കത്തി തുടങ്ങാത്ത സാധനം അവസാനം നല്ലപോലെ കത്തി ഒരു മോഡിലേക്ക് വന്നപ്പോഴത്തേനും എന്താ സംഭവം തീർന്നുപോയി. അതായിരുന്നു അവസ്ഥ. പക്ഷെ സംഭവം കൊള്ളാം, ഒരു രക്ഷയില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾ ഇത് ബിഞ്ച് ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ചെയ്ത മണ്ടത്തരം ഇത് വീക്കിലി അങ്ങ് കണ്ട് പോയിരുന്നേ മേ ബി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേനെ. ഞാൻ ഈ അവസാനം ബിഞ്ച് ചെയ്യാൻ നിന്നത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നത്. കാരണം ഇതൊരു ബിഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സ്റ്റോറി നിങ്ങൾക്ക് എത്രത്തോളം ഹുക്കായിട്ട് കിട്ടുന്നു അവിടെ തൊട്ട് നിങ്ങൾക്ക് ഈ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതിന്റെ സ്റ്റോറി ഒരു മിഡ് വേ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ മുൻപ് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സീരീസിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കാണിക്കാണ്ട് ഒരു മിഡ് വേ പോയിന്റിൽ നിന്ന് തുടങ്ങുന്നു. ഇതിലെ മെയിൻ ക്യാരക്ടർ ആയിട്ട് വരുന്നത് ക്ലെയിൻ മർട്ടി എന്ന് പറയുന്ന ഒരു പയ്യനാണ്, ഒരു യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ ഇതിന്റെ സ്റ്റോറി നടക്കുന്നത് തന്നെ 5th എപ്പോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേൾഡിലെ ഒരു ടൈം ലൈനിലാണ്. അതായത് 1345 ആ ഒരു വേൾഡിൽ 1345 ഇതിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു ലോകത്ത് നിന്ന് നമ്മുടെ നായകൻ എന്തൊക്കെയോ സംഭവങ്ങൾ കാട്ടിക്കൂട്ടി ആ ഒരു വേൾഡിലേക്ക് ചെന്ന് ക്ലെയിൻ മൊറട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ദേഹത്തേക്ക് ചെന്ന് കയറുകയാണ്. അപ്പം ആ ഒരാളുടെ ദേഹത്തിലേക്ക് വന്നതിന് ശേഷം ആൾക്ക് ആ ഒരു ക്ലെയിൻ മൊറട്ടിയുടെ എല്ലാ പാസ്റ്റിലെ മെമ്മറീസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഏകദേശം ഒക്കെ കത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ താൻ എങ്ങനെയാണ് ഈ ലോകത്തേക്ക് വന്ന് പെട്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് തിരിച്ചു പോകേണ്ടതെന്നോ ഈ ക്യാരക്ടറിന് അറിഞ്ഞോണം. അവിടെ നിന്നാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലെയിൻ മൊറട്ടി എന്ന് പറയുന്ന പയ്യൻ, അല്ലെങ്കിൽ ആ ഒരു ചെന്ന് കയറിയ പയ്യന്റെ ബോഡി ഉണ്ടല്ലോ, ആ ബോഡി ആക്ച്വലി സൂയിസൈഡ് ചെയ്ത് കിടക്കുകയായിരുന്നു. സൂയിസൈഡ് ചെയ്ത ബോഡിയിലേക്കാണ് നമ്മുടെ നായകൻ വന്ന് ബോഡിയിലേക്ക് കയറുന്നത്. പിന്നീട് ആ ഒരു ആൾ എന്തിനാണ് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു റിസറക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു മരിച്ച ക്യാരക്ടർ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടാണ് ഇതിന്റെ സ്റ്റോറി ലൈൻ മുന്നോട്ട് നീങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെയുള്ള ഒരു നൈറ്റ് ഹോക്സ് എന്ന് പറയുന്ന ഒരു മജിക്കൽ ഗ്രൂപ്പിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്താത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാരോട്ട് ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടറിന് തന്നെ ഒരു ഓർഗനൈസേഷൻ, വലിയൊരു എൻറ്റിറ്റിയുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ കുറെ മെമ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ സംഭവങ്ങളൊന്നും നമുക്ക് ആദ്യം കത്തത്തില്ല. ഇതൊക്കെ പതിയെ കത്തിയേ വരത്തുള്ളൂ. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒരുപാട് പേര് സംഭവം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം ഞാൻ ഇതിപ്പം 2ാമത്തെ വട്ടം ഒന്നും കൂടി ഇരുന്ന് കാണുന്നുണ്ട്. എനിക്കിത് ഒന്നും കൂടെ കത്തിച്ചെടുക്കണം. കാരണം ഇത് ഭയങ്കര വലിയൊരു ആനിമയാണ്. ആനിമ എന്നല്ല, ഇതൊരു വലിയ ആനിമേറ്റഡ് കണ്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ്, അല്ലാന്നുണ്ടെങ്കിൽ ലോർഡ് ഓഫ് ദ റിങ്സ്, ഹാരി പോട്ടർ, ഇതിന്റെ ലോർ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്.
എസ്പെഷ്യലി ഗെയിം ഓഫ് ത്രോൺസിന്റെ ലോർ ഏകദേശം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇത് അതിന്റെ ലോർ ഭയങ്കര വലുതാണ്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, ഒരു 300 വർഷം അല്ലെങ്കിൽ 500 വർഷത്തിനിടയിലുള്ള കാര്യങ്ങൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കുറിച്ച് വെച്ചേക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസും. അതുപോലെ തന്നെ ലോർഡ് ഓഫ് ദ റിങ്സ്, അതിലും ഒരുപാട് വർഷങ്ങളുണ്ട്. അപ്പം ഈ സംഭവങ്ങളൊക്കെ പോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ ഒരു ലോർഡ് ഓഫ് ദ മിസ്റ്ററീസിനകത്ത് ഉള്ളത്. അപ്പം അങ്ങനെ ഒരു വേൾഡും അങ്ങനെ ഒരുപാട് എൻറ്റിറ്റീസും ഒരുപാട് ഓർഗനൈസേഷൻസും സീക്രട്ട് ഓർഗനൈസേഷൻസും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഒക്കെ ഉള്ളൊരു സംഭവമാണ്. ഈ വേൾഡിൽ തന്നെ ഒരു പവർ സിസ്റ്റം ഉണ്ട്. ഈ പവർ സിസ്റ്റത്തിന്റെ ഏറ്റവും താഴെ കിടക്കുന്ന സംഭവമാണ് സീക്വൻസ് 9. ഈ സീക്വൻസ് 9ൽ നിന്ന് ആൾക്കാർ പവേഴ്സ് ഗെയിൻ ചെയ്ത് സീക്വൻസ് 7 ആയി 6 ആയി 5 ആയി 4 ആയി അങ്ങനെ കയറി പോയി ഏറ്റവും ടോപ്പിൽ എത്തുന്ന സമയത്ത് മേ ബി അവർക്ക് ഗോഡിനെ വരെ, അതായത് ദൈവത്തിനെ വരെ ഫേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ദൈവങ്ങളും ഉണ്ട്. ഈ ദൈവങ്ങളെയൊക്കെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്ന ഒരു രീതിക്കല്ല. പക്ഷേ കത്തും, എല്ലാം കത്തി വരും. അത് ഞാൻ പറഞ്ഞുതരാം. കത്തി നമുക്ക് ഒരു സമയമാകുമ്പോഴത്തേന് ഇതെല്ലാം കിട്ടും. പക്ഷെ അത് കിട്ടാൻ കുറച്ച് ടൈം പിടിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ആകെ മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഒരു ഗ്രാൻഡ് ഐറ്റമാണ്, വലിയ ലോറുള്ള വലിയ സംഭവ വികാസങ്ങളൊക്കെ ഉള്ള ഒരു ആനിമെ അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് കണ്ടന്റ് ആണ്. ബട്ട് കുറച്ച് ടൈം പിടിക്കും ഇത് കത്തി വരാൻ വേണ്ടി. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട് നല്ല കിട്ടിലൻ ആനിമേറ്റഡ് ക്വാളിറ്റി ഒക്കെയുള്ള ആനിമേഷൻ കണ്ടന്റ് ഉള്ള വലിയ ലോറുള്ള സംഭവങ്ങളൊക്കെ കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഐറ്റമാണ് ലോർഡ് ഓഫ് ദ മിസ്റ്ററീസ്.